ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മുൻപ് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് പുലിക്കുട്ടി കെ സുധാകരൻ രാവിലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ കെ സുധാകരന് ഉജ്ജ്വല സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകർ നൽകിയത്. ഔദ്യോഗികമായി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും തത്വത്തിൽ അംഗീകാരമായ സ്ഥിതിക്ക് സ്വീകരണത്തിന് നന്ദി പറയുന്നുവെന്നും ഒരിക്കൽ കൂടി മത്സരിക്കാനും ജയിക്കുമെന്നും ഉറപ്പുണ്ടെന്നും സുധാകരൻ പറയുന്നു. മണ്ഡലം പിടിക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മത്സരിക്കുന്നത്. കണ്ണൂർ തിരിച്ചുപിടിക്കാനാകുമെന്ന് തന്നെയാണ് പൂർണ്ണ വിശ്വാസം. അത് വെളിവാക്കുന്നതാണ് ഈ സ്വീകരണത്തിലെ ജനപങ്കാളിത്തം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നേതാക്കൾ വ്യക്തമാക്കും. ഇനി വിശ്രമമില്ലാത്ത ദിവസങ്ങളാണെന്നും സുധാകരൻ പറയുന്നുണ്ട്. നേരത്തെ സുധാകരൻ മത്സരിക്കില്ലെന്ന് വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ഡൽഹിയിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്നും നിർണായക തിരഞ്ഞെടുപ്പായതിനാൽ ജയസാധ്യതയുള്ളവർ തന്നെ രംഗത്തിറങ്ങണമെന്നും നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഇതോടെയാണ് കണ്ണൂരിൽ കെ സുധാകരന് തന്നെ നറുക്കു വീഴുന്നത്. CPM സിറ്റിംഗ് MP PK ശ്രീമതിയെ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. SDPIക്ക് വേണ്ടി കഴിഞ്ഞ തവണ 19,000-ലേറെ വോട്ടുകൾ നേടിയ KK അബ്ദുൾ ജബ്ബാറും കളത്തിലുണ്ട്. കഴിഞ്ഞ തവണ PK ശ്രീമതിയുടെ ഭൂരിപക്ഷം 6,000-ന് മുകളിലാണ്. BJP ഒഴികെയുള്ള കക്ഷികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കണ്ണൂരിൽ ഇക്കുറിയും പോരാട്ടം തീപാറുമെന്ന് ഉറപ്പ്. ഏതായാലും കണ്ണൂരിലെയും കാസർഗോഡെയും മലപ്പുറത്തെയും രക്തസാക്ഷികളുടെ വികാരങ്ങൾ നെഞ്ചിലേറ്റിയാണ് UDF കേരളത്തിൽ തിരഞ്ഞെടുപ്പിനെ ഇത്തവണ നേരിടുന്നത്. ഏത് രാഷ്ട്രീയ പ്രതിസന്ധിയും അതിജീവിക്കാൻ കോൺഗ്രസ് സജ്ജമാണെന്നുള്ള പ്രഖ്യാപനവുമായാണ് താൻ മത്സരത്തിനിറങ്ങുന്നതെന്നും കെ സുധാകരൻ പറയുന്നുണ്ട്. കേരളത്തിലും കേന്ദ്രത്തിലും ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയാണ് കോൺഗ്രസിന്റെ പോരാട്ടം. അക്രമരാഷ്ട്രീയം കേരളത്തിൽ പ്രധാന ചർച്ചാ വിഷയമാക്കുമെന്നും രാജ്യം മുഴുവൻ കോൺഗ്രസ് തരംഗമുണ്ടാകുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കണ്ണൂരിന്റെ തട്ടകത്തിൽ ഇനി PK ശ്രീമതിയോട് ഏറ്റുമുട്ടുന്നത് കണ്ണൂരിലെ പുലിക്കുട്ടി കെ സുധാകരൻ തന്നെയാണ്. അതിന്റെ ആദ്യ ചുവടുവയ്പ്പാണ് ഇന്ന് സുധാകരൻ നടത്തിയതും വൻ സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകർ നൽകിയതും. ഏതായാലും കേരളത്തിലെ കോൺഗ്രസ് ഉറ്റുനോക്കുന്നതും അതുതന്നെയാണ്. കെ സുധാകരന്റെ വൻ ഭൂരിപക്ഷത്തോടെയുള്ള വലിയ വിജയം. അതിൽ കുറഞ്ഞതൊന്നും കേന്ദ്ര നേതൃത്വവും കേരള നേതൃത്വവും പ്രതീക്ഷിക്കുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മുൻപ് സ്വയം സ്ഥാനാർത്ഥിത്വം സുധാകരൻ പ്രഖ്യാപിച്ചതും രണ്ടും കൽപ്പിച്ചു തന്നെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.